ഹായ് ബബ്ലൂസ്, അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എപ്പോഴും നമ്മൾ വീഡിയോ ഇടുന്ന പോലെ അല്ല ഈ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചില് അല്ലെ. മലയാളിയായ അർജുൻ ഉൾപ്പെടെ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും അവിടെ വരണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ വന്നിട്ട് പക്ഷെ കേറാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇതൊന്ന് കാണാൻ വേണ്ടി സാധിച്ച്, കൂടാതെ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി സാധിച്ചല്ലോ. എന്തായാലും ദേ ഇവിടുത്തെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഇത് കണ്ടില്ലേ, അന്നും ഇതുപോലെയാണ് വണ്ടി അവിടെ കിടന്നിരുന്നത്. ഈ ഒരു സ്പോട്ടിൽ വണ്ടി കിടപ്പുണ്ടായിരുന്നു. കൂടാതെ ദേ അതുപോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന ഒരു കട പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് ആ ഒരു ഓർമ്മ, ഈ ഇതുപോലൊരു പിന്നെ റെസ്റ്റോറന്റ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സംഭവത്തിൽ ആ മലയാളികളല്ല, ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ആ ഒരു റെസ്റ്റോറന്റ് ഉൾപ്പെടെയാണ് അതിൽ പെട്ടത്. അതേപോലെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. പക്ഷെ ഞാൻ ഓർത്ത് ആ സ്ഥാനത്ത് വീണ്ടും വന്നാന്ന് ഓർത്ത്. പക്ഷെ അതല്ല, അതിനിപ്പുറത്തായിരുന്നു ആ ഒരു സംഭവം നടന്നത്. ഈ ഒരു സ്പോട്ടിൽ കണ്ട ബബ്ലൂസ്, ഈ സ്പോട്ടിലാണ് അവിടെ അന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായത്, ഈ സ്ഥലത്ത്. അപ്പൊ നമ്മളിവിടെ വണ്ടി നിർത്തുവാണ്. ഇനി വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടാ, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. അപ്പൊ എന്തായാലും ഇവിടെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഫീലാണ്. ഒരിക്കലും നമുക്കതൊരു സന്തോഷത്തോടു കൂടി കാണാനേ പറ്റുന്നില്ല കേട്ടാ. പല പല ഓർമ്മകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ മലയാളിയായ അർജുനെ മറക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. നമ്മള് മലയാളികൾ എപ്പോഴും അത് ഓർക്കും, ഓർക്കാതിരിക്കത്തില്ല ആ ഒരു സംഭവം. എന്തായാലും ദേ കണ്ടില്ലേ, അന്ന് ഈ റോഡിലേക്ക് എല്ലാം ഇങ്ങനെ വീണ് വീണ് കിടക്കുമായിരുന്നു അല്ലെ. ഈ ഒരു വലിയ കുന്നാണ് ഇടിഞ്ഞ് ഇങ്ങോട്ട് ഈ ഒരു ഗംഗാവലി പുഴയിലോട്ട് വീണത്. ആ സൈഡിലാണ് അർജുനൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഈ സൈഡ് ഇവിടെ ആയിരുന്നു റെസ്റ്റോറന്റ്, ഭാഗത്ത് കണ്ട ഈ മൂലയ്ക്കായിരുന്നു റെസ്റ്റോറന്റ് നിന്നത്. ആ മല ഇങ്ങനെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഈ പുഴയിലോട്ട് പവിക്കുമായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പം റോഡെല്ലാം ക്ലീൻ ചെയ്ത് അത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ. മഴക്കാലത്ത് അപകട സ്ഥലം തന്നെയാണ്. എന്തായാലും മഴ സമയമാകുമ്പം ഇതിലേക്കൂടെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോഴും വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ രീതിയിലെല്ലാം ചെയ്തിട്ടെന്ന് ഉള്ളു. ഇതാണ് ആ ഗംഗാവലി പുഴ കേട്ടോ. ഇത് കണ്ടില്ലേ. ഓ, നമ്മളന്ന് എന്തോരം പ്രാർത്ഥിച്ചിട്ടുള്ളതാണല്ലേ. ഇപ്പോഴും ഒരേ ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥലം. കണ്ടാ, അപ്പൊ അവരാണ് പറഞ്ഞു തന്നത്. ആ ഒരു ഭാഗം കണ്ട മന്തിയിട്ട പോലെ, അവിടെയാണ് അർജുന്റെ വണ്ടി കിടന്ന സ്ഥലം അന്ന്. കണ്ട, അപ്പൊ ആ മലയുടെ അവസ്ഥയൊന്ന് നോക്കിയേ. കണ്ട, എന്തായാലും ബബ്ലൂസ്, ഇവിടെ മഴക്കാലത്ത് ഭയങ്കര ഡേഞ്ചർ സ്പോട്ടാണ്. അതെ അതെ, ഇപ്പോഴും വണ്ടിയൊക്കെ പോകുന്ന കണ്ടതേ. ആ ഇടയ്ക്കൊന്നും ഇതില്ല കേട്ടോ, പൂഴിയൊന്നും ഇല്ല. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഒരു രൂപം കേട്ടാ. നമ്മളിങ്ങനെ കറക്കി വന്ന് കാണിച്ചതാണ് നിങ്ങളെ. ഏകദേശം നിങ്ങക്ക് പിടിയിട്ട് കാണുമല്ലോ. വേണ്ട, ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൊരു ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ശരിയാ. ഇത് നമ്മള് പക്ഷെ കാർവാറില്ലേ, കാർവാറാണ്, കർണാടകയിലെ കാർവാറാണ്. അപ്പൊ ഇതുവഴിയാണ് ഗോവയ്ക്ക് പോകുന്നത് കേട്ടോ. നമ്മള് ഗോവയ്ക്ക് പോകാൻ വേണ്ടിയാണ്. ദേ അവിടെ നിന്ന് കണ്ടില്ലേ, രണ്ടുപേര് ഇത് കാണിച്ചിട്ട് വിശദമായി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ഈ സംഭവം. എന്തായാലും ഞങ്ങൾക്ക് അവരാണ് കുറച്ചൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. ഇപ്പോഴും കണ്ടില്ലേ, ആ ഒരു ഭാഗം നോക്കി, ഇത് കണ്ടില്ലേ, ഒരു ഭാഗത്ത് പൂഴിയ ഈ ഒരു സംഭവം ഒന്നും ഇല്ല കേട്ടാ. ഒരു മല പോലത്തെ സംഭവം ഇല്ല, ഗ്യാപ്പ് കണ്ട. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി വലിയൊരു ശോകമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടാ. അപ്പൊ ഇതിലേക്കൂടെ ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് പോകുന്നവര് ഇനിയും ശ്രദ്ധിക്കണമെന്ന്. മഴക്കാലത്ത് അവിടെ ഈ സൈഡില് വണ്ടി ആരും നിർത്തിയിട്ടിട്ട് കിടന്നുറങ്ങിയ വിശ്രമിക്കുകയൊന്നും ചെയ്യരുത്. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കി, കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആവൂന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. ദേ ഇപ്പൊ നല്ലോണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കണ്ട. അവിടെയൊക്കെ റോഡിന്റെ പണിക്ക് വേണ്ടി കുന്നെടുത്ത് കളഞ്ഞു. റോഡിന്റെ പണിക്ക് വേണ്ടി കുന്നെടുത്ത് കളഞ്ഞാലും അതുപോലൊക്കെ റെഡിയാക്കി വെക്കണ്ടേ. പതുക്കെ പതുക്കെ ആകത്തുള്ളൂ. ഇത് കണ്ട, ഇനി അങ്ങോട്ട് പോകുമ്പോ നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഗംഗാവലി പുഴ കണ്ട. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ആർക്കും ഈ ഒരു പുഴയുടെ പേരും ഈ പുഴയും മറക്കാൻ വേണ്ടി പറ്റത്തില്ല.
എന്തായാലും ഇനി ഇതുപോലുള്ള ഒരു അനുഭവം, ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ശോകമുഖമായിട്ടുള്ള സംഭവമൊക്കെയാണ് കാണുന്നത്. കുറച്ച് ഓടാനുണ്ട്, ഈ റോഡില് കുറച്ച് ഓടാനുണ്ട്. പക്ഷെ അങ്ങ് വരെ ഇതുപോലത്തെ ഒരവസ്ഥ തന്നെയാണ്. ഇതിനെക്കാട്ടി അപ്പുറമാണെന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. അതെ, ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഇത് കണ്ടില്ലേ, കണ്ട ഈ ഇത്രയും വലിയ കുന്നു, ഈ മലയാണ് അങ്ങോട്ട് അവിടെ ഇത്രയും ദൂരത്തുനിന്ന് ഇടിഞ്ഞങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പോഴും ആ ഒരു ഭാഗത്തൊന്നും ഒന്നുമില്ലാതെ കിടക്കുവാണ് കേട്ടോ, ആ ഒരു പ്രദേശം. ഇത് കാർവാർ പോർട്ടിലേക്കുള്ള റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ? കാർവാർ പോർട്ടിലേക്കുള്ള റോഡാണ്. അവിടെ ഒരു കടയാണ്. ഇതുപോലെ ചെറിയ ചെറിയ കടകള് സ്ഥലമുള്ള സ്ഥലത്ത് ഓരോരുത്തർ വന്ന് അടിച്ചു റെഡിയാക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ ഡേഞ്ചർ ആണ്, ഈ വലിയ കുന്നൊക്കെ ഉള്ള സ്ഥലത്ത്. ഇത് കണ്ടോ, അവിടെയൊക്കെ ഇതുപോലെ മറിഞ്ഞുപോയ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇത് കണ്ടില്ലേ, അയ്യോ. അത് ഈ NH-ന്റെ പണി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് ഈ പുഴയുടെ സൈഡൊക്കെ ആവുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ അല്ലേ? ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആകും അല്ലേ? കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞു, ഇനി മലയൊക്കെ കുറച്ച് കയറി ഇറങ്ങി. പക്ഷെ അല്ല, അതേ ഇവിടെയൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, മല അവിടെയൊക്കെ ഓൾറെഡി അവരെടുത്തു കഴിഞ്ഞു. പിന്നെ ഉറപ്പുള്ള സ്ഥലങ്ങള് വലിയ കുഴപ്പമില്ല. ഉറപ്പില്ലാത്ത സ്ഥലങ്ങളാണ് വെള്ളം വന്ന് വീഴുമ്പോഴത്തേക്ക് താഴത്തോട്ട് ഇടിഞ്ഞങ്ങ് പോയി. അതെ, ഈ വെള്ളത്തിന് അടിയിലോട്ട് ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഇല്ല, ഭൂമിക്ക് അടിയിലേക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മുകളിൽ തന്നെ നിന്നിട്ടാണ് എല്ലാം കൂടി ഇതായിട്ട് പെട്ടെന്ന് ഒരു പ്രകമ്പനം പോലെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഒരു മണ്ണിടിച്ചിന്റെ രൂപത്തിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ പിന്നെയും ഈ പാറ പോലെയൊക്കെ ആയിട്ടുണ്ട്, ഈ പൂഴിയൊക്കെ കണ്ട. പക്ഷെ പാറയാണത്, ഒരു സൈസ് പാറയാണ്. ഉറപ്പുള്ളതും ഉറപ്പില്ലാത്തതും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഒറ്റ ഒരു മണ്ണിടിച്ചിൽ വരുമ്പോഴത്തേക്ക് നമ്മള് വയനാട് ദുരന്തമൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമല്ലേ. ഇപ്പം ഇത് കണ്ടില്ലേ, ഈ ഭാഗം എല്ലാം ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മള് സാധാരണ ഇതിലെ മുമ്പൊക്കെ പോകുമ്പോ നമ്മളങ്ങ് വിട്ടുപോകും. പക്ഷെ ഇത്തവണ നമ്മൾ ഇത് ഒന്ന് ഇവിടെ ഒന്ന് നോക്കി നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അല്ലേ പ്ലസ്? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സ്ഥലത്തൂടെ പോയിട്ട് ഈ സ്ഥലമാണെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടാ. അങ്ങനെ ഉണ്ടായിരുന്ന അന്നേ നമ്മള് ഇവിടെ നിർത്തി ഇതെല്ലാം കണ്ടേനെ. എന്തായാലും നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ പോകുന്നത് ഗോവയിലേക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ഗോവ ട്രിപ്പില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമത്തോടു കൂടിയാണ് പോകുന്നത്. എന്തായാലും ഇതുപോലെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി ഞങ്ങൾ ഏകദേശം ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഗോവയിലെത്തും കേട്ടോ. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് വിടുവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.